ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, ഇന്ന് നമ്മളെ ഷോപ്പിംഗ് വ്ളോഗ് ഉണ്ട്. അപ്പോൾ ഈദിൻ്റെ ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ്. അനുമോനിക്കുള്ളതൊക്കെ ഞങ്ങൾ ഇന്നലെ രാത്രി എടുത്തു. അപ്പോൾ ഇന്നിതാ എനിക്ക് വേണ്ടിയിട്ട് ഇനി ഇറങ്ങുകയാണ്. എനിക്ക് എടുക്കണം, പറ്റുകയാണെങ്കിൽ ഷൈൻ കൊടുക്കണം അല്ലേ, പറ്റുകയാണെങ്കിൽ ആൾക്ക് എടുക്കണം, അല്ലെങ്കിൽ എന്നെ എനിക്ക് ഉള്ളിൽ നിന്ന് എനിക്കുള്ള തിരച്ചിലായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നോക്കാം, ഓൻ പോവില്ല. ഞങ്ങൾ മണ്ണാർക്കാട് എത്തിയപ്പോൾ കസിൻസൊക്കെ ഡ്രസ്സ് എടുത്ത് തിരിച്ച് പോവുകയാണ് കേട്ടോ. ഗായ്സ്, അങ്ങനെ ഫസ്റ്റ് കയറിയത് ഡ്രസ്സിഫൈലാണ്. അപ്പോൾ നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ സൈസിനുള്ളത് ഇല്ല കേട്ടോ. അപ്പോൾ അതാ അവിടുന്ന് ഇറങ്ങി ഇനി നേരെ ഡിസ്പ്ലേകൾ ഫുള്ള് നോക്കുക, എന്നിട്ട് പിന്നെ ഏതെങ്കിലും ഒരു കടയിൽ കയറും. അങ്ങനെ ഇന്ന കട എന്നൊന്നുമില്ല, ഇതൊന്നും ഇഷ്ടമായ ഡിസ്പ്ലേ ഉണ്ട് അവിടെ ഇറങ്ങും. അപ്പോൾ ഡ്രസ്സിഫൈൽ ഐറ്റംസുകളുണ്ട്, തൂക്കി കിട്ടും, പക്ഷേ എൻ്റെ സൈസിലുള്ള ഇല്ല. അടുത്തത് കയറിയത് സ്റ്റുഡിയോയിലാണ് കേട്ടോ. എനിക്ക് ഡ്രസ്സിഫൈലൊന്നും കയറിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. വീട്ടിലിടാനെങ്കിലും എന്നിട്ട് ഞാൻ ഒന്ന് കയറി നോക്കട്ടോ. പിന്നെ അത് അവിടുന്ന് സ്റ്റുഡിയോന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങളത് ഓരോന്ന് സെലക്ട് ചെയ്യാനോടത്തി. ഇത് ലാസ്റ്റ് തിരിച്ചിറങ്ങുന്ന ടൈമിൽ കണ്ടിട്ട് ഇഷ്ടം ഇതൊന്ന് ഇട്ടോക്കുക എന്നാണ്. അങ്ങനെ ഇട്ടോക്കെയാണ്. എനിക്ക് ഇങ്ങനത്തെ ഇന്നർ വരുന്ന ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതെന്തോ വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിട്ടോ. പിന്നെ നേരെ കയറിയത് സാമിയക്കാണ്. സാമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കയറിയാലും കിട്ടാത്തത് എനിക്ക് സാമിയ കയറിയാൽ കിട്ടും. പിന്നെ ബാങ്ക് കൊടുത്ത ടൈമിൽ നേരെ താഴത്തേക്ക് നോമ്പറക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. നോമ്പറക്കുള്ള ഐറ്റംസൊക്കെ അവിടെ സെറ്റ് ചെയ്തിരുന്നു. നമ്മളൊരു കാരൊക്കെ മാത്രം എടുത്ത് മോൾക്ക് തന്നെ പോകുന്നു. കാരണം നമ്മൾ നോമ്പറക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് എടുക്കേണ്ട ടൈം അവിടെ പോയി കിട്ടും. ചില ഡ്രസ്സുകളൊക്കെ നല്ലോണം ഇഷ്ടമായാലും ഇടാനൊരു കോൺഫിഡൻസ് കുറവാക്കാം. നമ്മൾ തടി കുറച്ച് കൂടുതലല്ലേ, അതുകൊണ്ട് കേട്ടോ. പിന്നെ ഇതേപോലെ സ്കേർട്ടും ടോപ്പൊക്കെ നോക്കി അതിലൊരു സ്കേർട്ടും ടോപ്പ് എടുത്ത് അങ്ങോട്ട് പോരുകയും ചെയ്തു കേട്ടോ. ഞാൻ ആകെ 3-4 ഡ്രസ്സ് ഇട്ടോക്കിയിട്ടുള്ളൂ, അതിന് ഒന്നെടുത്ത് പോവുകയും ചെയ്തു കേട്ടോ. അധികം ടൈമൊന്നും ആയില്ല. പിന്നെ അതിക്കുള്ളൊരു ഷാളും എടുത്തു. അപ്പോൾ അതാ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങി. പിന്നെ അമ്മാക്കും ഇവിടുത്തെ അമ്മാക്കും കോട്ടപ്പാടത്തെ അമ്മാക്കും കൂടി ഒരു നൈറ്റി എടുക്കാണ്ടായിരുന്നു, അതും കൂടി എടുത്തു കേട്ടോ. എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണമെന്ന് മനസ്സിൽ നല്ല ആഗ്രഹം ഉണ്ടാവും കേട്ടോ. പക്ഷെ വന്നൊരു 3-4 ആൾക്ക് എടുത്താൽ തന്നെ നമ്മൾ അടപ്പ് തെറിക്കും. അമ്മാര് റേറ്റ് ആക്കാരം. രണ്ടുമാരും ഞാൻ ഐറ്റിയിൽ ഒതുക്കിയിട്ടോ. ഒരേ പ്രിന്റ് 2 കളറിലാണ് എടുത്തത്. പിന്നെ അനുവിനുള്ള ഡ്രസ്സൊക്കെ ഞങ്ങൾ തലേദിവസം എടുത്തിരുന്നു. പിന്നെ വീട്ടിലിടാനുള്ള ഡ്രസ്സും ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നേരെ ഞാൻ ഫാൻസി കണ്ടോ കയറിയത്. എനിക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. റോസ് ഗോൾഡിലൊരു മാല, മോതിരം, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ, കമ്മല്, അങ്ങനെ 1-2 ഐറ്റംസ് ഒക്കെ എടുത്തുട്ടോ. അനുവിന് ഏത് കടയിൽ കയറി കഴിഞ്ഞാലും അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കയ്യിലാക്കി ഇങ്ങനെ നിൽക്കട്ടോ. അത് മാലയാണെങ്കിലും മോതിരാണെങ്കിലും കണ്ണടയാണെങ്കിലും എവിടെ കയറിയാലും ഓനക്ക് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വാങ്ങാനുണ്ടാവും. ഈ കടയിൽ കയറിയിട്ട് എന്തോ വണ്ടിയുണ്ടോ കൈ പിടിച്ച് നിന്നെ വാങ്ങിക്കൊടുക്കൂലെന്ന് പറഞ്ഞതിൻ്റെ ദേഷ്യത്തിനാണ് മുന്നിൽ പോണത് കേട്ടോ. ഓൻ എന്ത് വിചാരിച്ചു അത് അപ്പം നടക്കണ്ടോ. വീട്ടിലിടാൻ വാങ്ങിയ പാൻറ് അപ്പടണം, ചെരുപ്പ് അപ്പടണം എന്ന് പറഞ്ഞിട്ട് ബാക്കിയൊക്കെ കാറിൽ വെച്ചിട്ട് ഇതാണ് ഇട്ടൊട്ടിക്കണത്. അത് കഴിഞ്ഞ് ഓൻ പറയുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറണം എന്നിട്ട് അടുത്ത വാശി. അപ്പോൾ അതിന് കയറ്റീനുള്ള ഒരു സന്തോഷമാണ് ഈ കാണിച്ചത് കേട്ടോ. നവാബിയിലാണ് കേട്ടോ കയറിയത്. ഇവിടുത്തെ ഷവായും റൈസും ഒക്കെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അനുമോനും പിന്നെ അങ്ങനത്തെ ഐറ്റംസിനോടൊന്നും താല്പര്യമല്ല. ബ്രോസ്റ്റ് ചോദിച്ചാൽ കിട്ടിയില്ല എന്നുണ്ടപ്പോൾ ഇതാ ഹണി അൽഫാം ഉണ്ടോ വാങ്ങിയത്. ഓനിങ്ങനെ വാങ്ങണമെന്നുള്ളൂ, ഫുള്ള് കഴിക്കൊന്നുമില്ല. റൈസ് ആണെങ്കിലും ഞാനും നിഷാദും അനുമോനാണെങ്കിലും ഒരുപാട് കഴിക്കണ കൂട്ടത്തിലുള്ളതല്ല കേട്ടോ. എത്ര വാങ്ങിയാലും ഞങ്ങൾക്ക് കുറച്ച് ബാലൻസ് വരും. അപ്പോൾ ഞങ്ങൾ ഷവായും റൈസും ഓന് വെറും ഹണി അൽഫാമും കുബൂസൊക്കെയാണ് വാങ്ങിയത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ കസ്റ്റമർ സർവീസ് ഉണ്ടോ അടിപൊളി. നമുക്ക് ഫുഡ് കഴിക്കാനിരിക്കുന്ന ടൈമിൽ എന്ത് വേണമെങ്കിലും നമ്മളെന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നേരം വെയിറ്റ് ചെയ്യുക. പിന്നെ ഒരു പെപ്സി വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഷവായുടെ മസാല വീണ്ടും വേണമെങ്കിലൊക്കെ ഒരുപാട് പ്രാവശ്യം വിളിച്ച് വന്ന് കിട്ടണമെങ്കിൽ നല്ല പണിയായിരിക്കും. ഇവിടെ എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് വേണോ എന്ന് വന്നിങ്ങനെ ചോദിക്കുക. പിന്നെ അത് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് ഇറങ്ങി ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പോയി. തിരിച്ച് വരുന്ന വഴി ഞങ്ങൾ കോട്ടപ്പുറത്ത് ഫാൻസിലും കൂടി ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസത്തെ ഷോപ്പിംഗ് അവിടെ അവസാനിച്ചിട്ടോ. നെക്സ്റ്റ് ഷോപ്പിങ്ങിന് നമ്മൾ വന്നത് വേറൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരു വീഡിയോ ആക്കാൻ വിചാരിച്ചു. കാരണം നമ്മൾ ഓരോ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒറ്റ ഷോപ്പിംഗ് വ്ളോഗിൽ എല്ലാം കൂടി തീർന്നു. അപ്പോൾ ഇതാ ഞാനും കുഞ്ഞിയും സ്വത്തുമാണ് കേട്ടോ. പിന്നെ നിഷാദും അനുമോനും ഉണ്ട്. ഓല് ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് അനുമോനക്ക് ഷൂ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. ഫസ്റ്റ് ഒന്ന് സ്റ്റുഡിയോയിൽ കയറി. ഓള് വിചാരിച്ച കളറിലുള്ള പാൻറ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇതാ നെക്സ്റ്റ് കടയിൽ കയറിട്ടോ. അവിടുന്ന് സ്വത്തിൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് ഓനായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടിട്ട് ഓനക്ക് തന്നെ ഒരു മടിയിട്ടോ. പിന്നെ ഞാൻ അവിടുന്ന് വേഗം പോന്നു. കുഞ്ഞ് ഓരോ ടോപ്പുകളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മളൊരു സബ്സ്ക്രൈബറേയും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഓളോട് ഞാൻ വീഡിയോയിലൊക്കെ നിൽക്കാൻ പറഞ്ഞ് അങ്ങനെ നിർത്തിയതാണ് കേട്ടോ. ആളെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, പക്ഷെ എന്നോട് വന്ന് മിണ്ടിയിലൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് അങ്ങനെ ആരെങ്കിലും കാണുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. കാണുന്നത് മാത്രമല്ല വന്ന് മിണ്ടുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഈ മെറൂൺ ടോപ്പ് അടിപൊളി തന്നെയായിരുന്നു, പക്ഷെ എന്തോ ഒരു കാരണത്താൽ എടുത്തില്ല. ആ പാൻറ് ഞങ്ങൾ എടുത്തുട്ടോ. പാൻറ്റോട് വിചാരിച്ച കളർ കിട്ടി. നെക്സ്റ്റ് നമ്മളത് ഈ ഒരു ഇന്നർ വരുന്ന ഗൗൺ എടുത്തിട്ടുണ്ടായിട്ടോ. ഇത് നമ്മളെ ഗിവ് അവേ ഡ്രസ്സ് ആയിരുന്നു കേട്ടോ. പക്ഷെ എനിക്കത് ഇഷ്ടമായില്ല, ഞാനത് കൊണ്ടുപോയി മാറ്റിട്ടോ. എനിക്കത് വീട്ടിൽ വന്നപ്പോൾ എന്തോ ഒരു ഇഷ്ടക്കേട്. നെക്സ്റ്റ് നമ്മൾ കുഞ്ഞിക്ക് സാമി കയറി അവിടെ നിന്നും കിട്ടിയില്ല കേട്ടോ. അനുമോന് ഇതാ ഷൂ ഒക്കെ എടുക്കൽ കഴിഞ്ഞതിന് ഷാ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് ഡ്രസ്സ് കിട്ടാത്തതുകൊണ്ട് നേരെ ഞങ്ങൾ കോട്ടാപ്പുറത്തേക്ക് തന്നെ പോകുന്നുണ്ട്. അവളോട് പിറ്റേ ദിവസം പോയി എടുത്തോളാൻ പറഞ്ഞു. കാരണം സ്റ്റുഡിയോ അടച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റുഡിയോ അടച്ചിട്ടില്ലെങ്കിൽ അവൾ സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് ഡ്രസ്സൊക്കെ എടുക്കുക. അപ്പോൾ അത് അടച്ചതുകൊണ്ടാണ് അവൾക്ക് വേറെ ഒന്നും സെലക്ട് ചെയ്തിട്ട് പറ്റാതിരുന്നത്. പുതിയ ഏതൊരു
ഒരു വീഡിയോയിൽ കമൻറ്റ് കണ്ടിരുന്നു കേട്ടോ, മോണിറ്റേഷൻ ഓൺ ആയോ, ഏണിങ്സ് എന്തെങ്കിലും കിട്ടി തുടങ്ങിയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു മന്തിൽ കിട്ടി തുടങ്ങി, മോണിറ്റേഷൻ ഓൺ ആയിട്ടോ. വലിയ രീതിയിലൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു സംഖ്യ എനിക്ക് കിട്ടി തുടങ്ങിയേക്കണു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു മന്തിൽ എനിക്ക് ഏണിങ്സ് കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഗിവ് അവേ പ്ലാൻ ചെയ്തത്. കുഞ്ഞിക്കും എൻ്റെ വക ഒരു ഗിഫ്റ്റാണ് കേട്ടോ, കാരണം ഞാൻ ഫസ്റ്റ് വരുമാനത്തിൽ തന്നെ എനിക്കൊരു ഡ്രസ്സ് വാങ്ങിത്തരും എന്നുള്ളത് ഞാൻ അവളടുത്ത് പറഞ്ഞിരുന്നു. അന്നൊന്നും ശരിക്കും നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന പോലും ഉറപ്പില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ ആ ഒരു ടൈമിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചിരുന്നു, നമുക്ക് പോയി ഡ്രസ്സൊക്കെ എടുക്കണം എന്നുള്ളത്. എന്തായാലും കുറേ കാലത്തിന് ശേഷം അതങ്ങോട്ട് നടന്നു കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ സന്തോഷത്തിന് തന്നെയാണ് ഗിവ് അവേയും തരുന്നത് കേട്ടോ. ഇതായിരുന്നു കേട്ടോ നമ്മൾ ഗിവ് അവേക്ക് വേണ്ടി എടുത്തിരുന്ന ഡ്രസ്സ്. പക്ഷെ ഞാനത് എക്സ്ചേഞ്ച് അടിച്ചു. എന്തായാലും ഇനി ഓരോ മാസം നമ്മൾ ഗിവ് അവേക്ക് ആയിട്ട് വരാം. അത് നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ. എത്രത്തോളം എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും വ്യൂസിൻ്റെ ഒക്കെ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നു, അങ്ങനെയായിരിക്കും എൻ്റെ മുന്നോട്ടുള്ള പോക്ക് കേട്ടോ. ഗിവ് അവേ ഡ്രസ്സ് എന്താണെന്നുള്ളതും എന്തൊക്കെയാണ് റൂൾസ് എന്നൊക്കെ ഉള്ളത് ഞാൻ നെക്സ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കലായി നേരെ മാളിക്കുന്നിക്കാണ് പോയത്. കൊയ്യട ഇന്നത്തെ കൊയ്യട നല്ല സോഫ്റ്റ് ഉണ്ട് അല്ലേ? എന്താ പക്ഷെ നല്ല സോഫ്റ്റ് ഉണ്ടല്ലോ ഗായ്സ്. റെസിപ്പി മറന്നിട്ടില്ല, പക്ഷെ ഞാൻ ദാ രാത്രിയാണ് ഇവിടെ എത്തിക്കുന്നത്. അപ്പോഴാണ് ഇവിടെ കൊയ്യട, ബീഫടയാണോ കൊയ്യടയാണോ ഒന്നും എനിക്കറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കയ്പില്ലാത്ത ഷമാം ജ്യൂസും ഉണ്ട്. ഇതിപ്പോൾ എങ്ങനെ ഇത്ര ബാക്കിയായി? മാളിക്കുന്നൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അടുക്കളയിലൊന്ന് കയറി നോക്കൂട്ടോ, എന്തൊക്കെ സ്പെഷ്യലാണെന്നുണ്ടത്. അവിടെ ആരുമില്ല, ഉമ്മ മാത്രമേ ഉള്ളൂ, ഉമ്മയും ഇപ്പം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പുറത്തു കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഇതാ ഇറച്ചിയുടെയും ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ തിരിച്ചു പോന്നു. പെരുന്നാൾ തലേന്നായ പിന്നെ ഞാൻ അങ്ങനെ തന്നെ കാരണം മാളിക്കുന്ന കൊട്ടപ്പാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേ കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.